ഇരുമാമ. മക്കളെ അറിയാലോ, അടുത്ത മാസം മോളെ കല്യാണോ? 18-ാം തീയതി. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴേ നമുക്കൊരു ഫോട്ടോഗ്രാഫറിനെ വേണം. ഞാൻ അറേഞ്ച് ചെയ്തൊക്കെ. പിന്നെ ഈ കല്യാണത്തിന് ഗിഫ്റ്റ് ഒന്നും പറയാം, പഴയ ഊത്ത കപ്പ് സോസർ കൊണ്ട് കുറെ പേര് വരും. അതുകൊണ്ട് ഗിഫ്റ്റ് തരണം, ഒരുത്തനെയും വെറുതെ വിടരുത്, എല്ലാവരും ഫോട്ടോ എടുത്തോണം. ഇയാള് പേപ്പർ വെട്ടി കൊടുക്കുന്ന ആളാണ്. ഈ ഫോട്ടോയ്ക്കൊന്നും പോസ് ചെയ്ത് ഒളിച്ചും പാത്തും നിന്നിട്ട് നാളെ ഫോട്ടോ കിട്ടിയില്ലെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു. ചിലവന്മാര് ഒളിച്ചു നിന്നിട്ട് ആൽബത്തിൽ പടമില്ലാന്ന് പറഞ്ഞ് വീട്ടിൽ ഒന്ന് വഴക്കുണ്ടാക്കണല്ലേ. അത് ചിലവന്മാർ അങ്ങനെ ഉണ്ട് മാമ, എനിക്കറിയാം. ഒരുത്തനെയും വെറുതെ വിട്ടു ഒളിച്ചും പാത്തും നിൽക്കുന്നവർ എല്ലാത്തിന്റെയും ഫോട്ടോ എടുത്തോണം കേട്ടല്ലോ. ഈ എവിടെ നിന്നാലും ഫോട്ടോ കിട്ടണമെങ്കിൽ സാധാരണ ഒരാളെ വിട്ടാൽ സെറ്റ് ആവൂല. മക്കളെ സെറ്റ് ചെയ്യാം, കുഴപ്പമില്ല. പൈസ കുറഞ്ഞു പോയാലും ഫോട്ടോ കുറഞ്ഞു പോയാലും പൈസയുടെ കാര്യം ഞാൻ നോക്കണില്ല. അത് മാമന്റെ വർക്കാകുമ്പോ എനിക്ക് അറിയാലോ. നല്ല പയ്യൻ തന്തേക്കാൾ ഈ തിരി എവിടെ വെക്കിട്ട് എന്റെ നെഞ്ചത്തച്ച് കത്തിക്കടാ. എവിടെയെങ്കിലും കൊണ്ട് വയ്യട ചേർക്കാം. പോലീസോ? പോലീസ് എന്താ ഈ വീട്ടില്? മക്കളെ എന്താന്നാണ് അവിടെ പോലീസൊക്കെ? മാമാന്ന് പറഞ്ഞില്ലേ എല്ലാരെയും ഫോട്ടോ കിട്ടണമെന്ന്. അപ്പൊ ഈ കണ്ട ക്യാമറ കിട്ടാത്ത എല്ലാ പടവും ഈ സാറാണ് നമുക്ക് എടുത്തു തരണത്. എന്റെ തന്നെ ഇഷ്ടം പോലും ഉണ്ട്. സാർ എടുത്തോളൂ എല്ലാ പടവും. തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഈ മൂലം തിരുനാൾ സുരേഷ് കുമാർ കാണും.